ചെറിയ പോർഷനും കൂടി എടുക്കാനുള്ളൂ. ഹാർമോണിക് ഓസിലേറ്റർ മോഡൽ ആൻഡ് മോളിക്കുലർ വൈബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കാണ് നമുക്ക് ഇനി എടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ വൈബ്രേഷൻ മോഷനിൽ എന്തൊക്കെയാണ് കണ്ടത്? ഹാർമോണിക് ഓസിലേറ്റർ ആണ് അതിന് നമ്മൾ പറയുന്ന ഒരു സിസ്റ്റം. പിന്നെ ഹാർമോണിക് ഓസിലേറ്ററിൽ അതിന്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. എന്താ എനർജിയുടെ എക്സ്പ്രഷൻ എന്താന്ന് ഓർക്കുന്നുണ്ടോ? എന്താ എനർജിയുടെ എക്സ്പ്രഷൻ? n plus half hμ. v എന്ന് കണ്ടാലും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. n എന്ന് പറയുന്നത് വൈബ്രേഷണൽ കോണ്ടന്റ് നമ്പർ ആണ്. അപ്പൊ ചിലപ്പോൾ അതിന് v എന്ന് കാണാം. v plus half hμ എഴുതിയാലും ശരി തന്നെയാണ്. പിന്നെ ഉള്ളത് നമ്മൾ അതിന്റെ എന്താണ് വേവ് ഫംഗ്ഷൻ, ഐഗൺ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്തു. കുറെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. അത് നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹാർമോണിക് ഓസിലേറ്റർ മോഡൽ ആൻഡ് മോളിക്കുലാർ വൈബ്രേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അതായത് ഒരു ഹാർമോണിക് ഓസിലേറ്ററും അതേപോലെ തന്നെ ഒരു ഡയാറ്റോമിക് മോളിക്യൂളിന്റെ വൈബ്രേഷനും കൂടി നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണ്. എന്താണ് അതിലുള്ള ഡിഫറൻസ് എന്ന് കമ്പയർ ചെയ്യാനാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പം അത് നമുക്ക് എടുക്കാം. ഹെഡിങ് എഴുതിക്കോളൂ, ഹാർമോണിക് ഓസിലേറ്റർ മോഡൽ ആൻഡ് മോളിക്കുലാർ വൈബ്രേഷൻസ്. അത് ഞാനൊന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. അതിനുശേഷം ഞാൻ നോട്ട് എഴുതാനുള്ളത് പറയാം കേട്ടോ. അതായത് നമ്മളൊരു പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം എടുക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി അഗെയിൻസ്റ്റ് ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ്, ആർ എന്ന് പറയുന്നത് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്. പൊട്ടൻഷ്യൽ എനർജി അഗെയിൻസ്റ്റ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വൈബ്രേഷൻ ഡയാറ്റോമിക് മോളിക്യൂളിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. നിങ്ങൾ വരയ്ക്കുമ്പോൾ ശരിക്കും വരയ്ക്കണം. ഞാൻ ഈ പെന്നോണ്ട് വരയ്ക്കുമ്പോൾ അങ്ങനെ കറക്റ്റ് ആവണില്ല. അതായത് ഒരു പരാബോള പോലെ കേട്ടോ. അതിലെ ഈ എനർജി ലെവൽസ് എന്ന് പറയുന്നത് ഈക്വലി ഡിസ്പ്ലേസ്ഡ് ആയിരിക്കും. ഈക്വലി ആയിരിക്കും. അതായത് ഇവിടെ v is equal to 0, ഇത് v is equal to 1 കറസ്പോണ്ടിങ് ആയിട്ട് എനർജി, ഇത് v is equal to 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി. അതായത് നമ്മൾ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് അഗെയിൻസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം പ്ലോട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? വൈബ്രേഷൻ കോണ്ടന്റ് നമ്പറിന് ഓരോ വാല്യൂ കൊടുക്കണം, 0, 1, 2. അപ്പൊ നമുക്കറിയാം എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താ? v plus half hμ ആണ്. അപ്പോൾ അതിന് ഈക്വൽ ആയിട്ട് നമുക്ക് 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് hμ കിട്ടും. ഹാഫ് hμ. 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? 3/2 hμ അല്ലേ? ഇനി 2 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 5/2 hμ. അപ്പൊ നമുക്കറിയാം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണ്. 3/2 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ എന്താ? 3/2 മൈനസ് 1/2 എന്താ? 2/2 hμ. ഇനി 5/2 മൈനസ് 3/2 എന്ന് പറഞ്ഞാൽ hμ. അതാണ് പറയുന്നത് ഇത് തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് ഈ എനർജി ലെവൽസ് എല്ലാം തന്നെ ഈക്വലി ആണ് നമ്മളിവിടെ സ്പേസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. മനസ്സിലായോ? ഡയാറ്റോമിക് മോളിക്യൂളിന്റെ പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം മനസ്സിലായോ? മനസ്സിലായി. ഇനി അതേ സമയം നമ്മളൊരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജി ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇങ്ങനെയാണ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജി ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതായത് ഇവിടെയൊക്കെ വരെ ഏകദേശം ആ ഷേപ്പിൽ തന്നെയാണ് പോണത് ഡയാറ്റോമിക് മോളികളുടെ. പക്ഷെ ഇവിടെ എത്തുമ്പോൾ എന്താ സംഭവിക്കണേ? പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രത്തിൽ നിന്നൊരു ഡീവിയേഷൻ നമുക്ക് കാണാം. ഇങ്ങോട്ട് പോകുന്നതിന് പകരം എന്താ ചെയ്തത്? ഇങ്ങോട്ട് അത് ഡീവിയേറ്റ് ചെയ്തു. ഇതാണ് ഈ ബ്ലാക്ക് കൊടുത്തിരിക്കുന്നതാണ് ഹാർമോണിക് ഓസിലേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ലെവൽ ഡയഗ്രാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് വരെ കുഴപ്പമില്ല. നമ്മുടെ ഡയാറ്റോമിക് മോളിക്യൂൾ, ആ ബ്രൗൺ കാണിച്ച ഡയാറ്റോമിക് മോളിക്യൂളിനെ പോലെ തന്നെയാണ് ഈ കർവ് പോകുന്നത്. പക്ഷെ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ? ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഡയാറ്റോമിക് മോളിക്യൂളിന്റെ എനർജി ലെവൽ ഡയഗ്രാമിനേക്കാളും കുറച്ച് ഇങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? ഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജി കാണാൻ E = എന്താ? V + ½ hmu ആണ്. ഈ V + ½ hmu എന്ന് പറഞ്ഞ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതോറും എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ ആറ്റംസിൽ തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് ഡിസോസിയേറ്റ് ചെയ്യും. ഇപ്പൊ M1 എന്ന് പറയുന്ന മാസ് ഒരു ഒബ്ജക്റ്റ്, M2 രണ്ടും ആറ്റംസ് ആണെന്ന് വിചാരിക്കുക. ഇത് തമ്മിലുള്ള ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതോറും എന്ത് സംഭവിക്കും? ഈ ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് പൊട്ടൻഷ്യൽ എനർജി ലെവൽ ഡയഗ്രത്തിൽ എന്തുണ്ടാവുന്നത്? ഒരു ഡീവിയേഷൻ ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒന്നും കൂടി പറയാം, കുറച്ച് പേര് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് പൊട്ടൻഷ്യൽ എനർജി അഗെയിൻസ്റ്റ് ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആണ് പ്ലോട്ട് ചെയ്തത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ വരച്ചത് ഡയാറ്റോമിക് മോളിക്യൂളിന്റെ പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രം ആയിരുന്നു. അതാണ് ഈ ബ്രൗൺ കളറിൽ കൊടുത്തിരിക്കുന്നത്. അതിലെ എനർജി ലെവൽസ് എല്ലാം ഈക്വലി സ്പേസ് ചെയ്തിട്ടാണ് ആ ബ്രൗൺ കൊണ്ട് ഉള്ളിൽ വരച്ചിരിക്കുന്നത്. ഈക്വലി സ്പേസ് ചെയ്തിരിക്കുകയാണ്. അതിങ്ങനെ നമുക്ക് കിട്ടുന്നത് V = 0 ആകുമ്പോൾ ½ hmu, V = 1 ആകുമ്പോൾ 3/2 hmu, V = 2 ആകുമ്പോൾ 5/2 hmu. അപ്പൊ എല്ലാ എനർജി ഡിഫറൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ? hmu ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഇന്റർ സ്പേസിംഗ് എന്ന് പറയുന്നത് എല്ലാത്തിലും ഈക്വൽ ആണ്. ഒരു പാരാബോളിക് ഷേപ്പിലാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? ഡയാറ്റോമിക് മോളിക്യൂളിന്റെ എനർജി കർവ് കിട്ടിയിരിക്കുന്നത്. അതേസമയം നമ്മളൊരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ ദേ ഈ ബ്ലാക്ക് ആ ബ്രൗണിന്റെ മോളിക്കൂടി തന്നെയാണ് പോകുന്നത്. പക്ഷെ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ എനർജി കർവ് എന്ന് പറയുന്നത് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഡീവിയേറ്റ് ചെയ്യുന്നത്? അതിനുള്ള കാരണം എന്ന് പറയുന്നത് അതായത് ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആ ഡീവിയേഷൻ ഇവിടെ വന്നിരിക്കുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് രണ്ട് ആറ്റംസ് തമ്മിലുള്ള ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബോണ്ട് ഡിസോസിയേഷൻ നടക്കും. അങ്ങനെ ബോണ്ട് ഡിസോസിയേഷൻ നടക്കുമ്പോൾ അതിന്റെ എനർജി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂയിലോട്ട് അറ്റൈൻ ചെയ്യും. അതുകൊണ്ടാണ് ഈ പാരാബോളിക് കർവിന് പകരം ഇങ്ങനെയുള്ള ഒരു ഡീവിയേറ്റ് ചെയ്ത പൊട്ടൻഷ്യൽ എനർജി കർവ് നമുക്ക് ഹാർമോണിക് ഓസിലേറ്ററിന് കിട്ടുന്നത്. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി മിസ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എങ്ങനെയാണ് അതിന്റെ എനർജി കാണാനുള്ള ഇക്വേഷൻ എടുക്കേണ്ടത്? അതാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് എൻഹാർമോണിസിറ്റി. എൻഹാർമോണിസിറ്റി. ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിലാണെങ്കിൽ അതൊരു ഹാർമോണിക് ഓസിലേറ്റർ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതോറും അത് അതേപോലെയല്ല ബിഹേവ് ചെയ്യുന്നത്. ഒരു ഡീവിയേഷൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് നമ്മൾ പറയുന്ന പേരാണ് അൻഹാർമോണിസിറ്റി എന്ന് പറയുന്നത്. ഇനി അൻഹാർമോണിസിറ്റി വരുമ്പോൾ എനർജി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് E = NO VO ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഇവിടെ V ഉപയോഗിക്കാം കേട്ടോ. V + ½ hmu മൈനസ് V + ½ whole square hmu xc. V + ½ hmu minus V + ½ whole square hmu xc, where xc is the anharmonicity constant. Where xc is the anharmonicity constant. ഇനി നമുക്ക് ഇതിന്റെ നോട്ട് ചെയ്താം. ഈ ഫിഗർ നിങ്ങൾ വരച്ചെടുത്തിട്ടുണ്ടോ? ഫിഗർ വരച്ചായിരുന്നോ നിങ്ങള്? ഇല്ല മിസ്. ഈ ഫിഗർ ഒന്ന് വരച്ചെടുത്തോളൂ കേട്ടോ. എനിക്കിപ്പോ വേറെ കളറിൽ കൊടുക്കാൻ പറ്റി. നിങ്ങൾ ഒരെണ്ണം ഡാഷ് ലൈനും ഒരെണ്ണം സോളിഡ് കർവ് ആയിട്ട് വരച്ചോ. അതായത് കാണിക്കാം. internuclear distance, potential energy.
പരാബോള തന്നെ വരയ്ക്കണേ നിങ്ങള്. ഇതൊരു സോളിഡ് കർവ് ആയിട്ട് കൊടുക്കുക. ഇനി ഹാർമോണിക് ഓസിലേറ്ററിന്റെ വരയ്ക്കുമ്പോൾ ഇതാണ് ഡയാറ്റോമിക് മോളിക്യൂളിന്റെ കേട്ടോ. സോളിഡ് കർവ് ആണ് ഡയാറ്റോമിക് മോളിക്യൂളിന്റെ. ഹാർമോണിക് ഓസിലേറ്റർ വരയ്ക്കുമ്പോൾ ഡാഷഡ് ലൈൻസ് കൊടുക്കാം. ക്ലിയർ ആയോ? ക്ലിയർ ആയി. വരച്ചെടുത്തില്ല എല്ലാരും? വരച്ചു മിസ്. എഴുതിക്കോളും. സോളിഡ് കർവ് ഡയാറ്റോമിക് മോളിക്യൂളിന്റെ, മറ്റേ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഡാഷഡ് കർവ് കേട്ടോ. അപ്പൊ ഏതാ പൊട്ടൻഷ്യൽ എനർജി ഹെഡിങ് എഴുതിയില്ലേ? ഹാർമോണിക് ഓസിലേറ്റർ മോഡൽ ആൻഡ് മോളിക്കുലാർ വൈബ്രേഷൻസ്. ഹാർമോണിക് ഓസിലേറ്റർ മോഡൽ ആൻഡ് മോളിക്കുലാർ വൈബ്രേഷൻസ്. potential energy for vibration of a diatomic molecule, ബ്രാക്കറ്റിൽ സോളിഡ് കർവ് എന്ന് എഴുതാം. ഡയാറ്റോമിക് മോളിക്യൂൾ ആൻഡ് for a harmonic oscillator ബ്രാക്കറ്റിൽ ഡാഷഡ് കർവ് എന്ന് എഴുതാം. ആ ഡയഗ്രത്തിന്റെ അടിയിൽ ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. പൊട്ടൻഷ്യൽ എനർജി ഫോർ എ വൈബ്രേഷൻ ഓഫ് ഡയാറ്റോമിക് മോളിക്യൂൾ ബ്രാക്കറ്റിൽ സോളിഡ് കർവ് ആൻഡ് ഫോർ എ ഹാർമോണിക് ഓസിലേറ്റർ ബ്രാക്കറ്റിൽ ഡാഷഡ് കർവ്. ഇനി നോട്ട്സ് എഴുതിക്കോളൂ. ഇൻ കോൺട്രാസ്റ്റ് ടു the harmonic oscillator, a diatomic molecule has finite number of bound vibrational level. Vibrational energy level is of a diatomic is equal to simple harmonic oscillator vibrational energy levels are ഒറ്റ സെന്റൻസ് ആണ് കേട്ടോ. Vibrational energy level is of a diatomic is equal to simple harmonic oscillator vibrational energy levels are best for the lower vibrational levels. അതായത് നമ്മൾ കണ്ടു വൈബ്രേഷണലിന്റെ ഒരു പാരാബോളിക് ഷേപ്പിൽ പോണു. സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഡയാറ്റോമിക് മോളിക്യൂളോട് സിമിലർ ആവുന്നത് എവിടെയാ? ലോവർ വൈബ്രേഷൻ അല്ലെ, താഴെ അതേപോലെ തന്നെ ഇരിക്കുന്നത്. മുകളിലോട്ട് പോകുന്നതോറാണ് എന്ത് ചെയ്യുന്നത്? ഡീവിയേറ്റ് ചെയ്യുന്നത്. അതാണ് ആ സെന്റൻസ് പറഞ്ഞത് കേട്ടോ. ഇതാ as vibrational quantum number increases
The nuclei spent more and more time. The nuclei spent more and more time in region far from. In region far from. In region far from their equilibrium separation. Their equilibrium separation. Their equilibrium separation. For such region. For such region, the potential energy deviate. The potential energy deviate from that of a harmonic oscillator. From that of a harmonic oscillator. From that of a harmonic oscillator. ഇവിടെ എഴുതി കഴിഞ്ഞോ? Yes, miss. Yes, miss. One can find that the vibrational energy levels of a diatomic molecule, the vibrational energy levels of a diatomic molecule come closer and closer, come closer and closer together as vibrational quantum number increases. Vibrational quantum number increases. A more accurate expression for the molecular vibrational energy, that allow for the unharmonicity of vibration, is equal to V plus half h mu minus V plus half whole square h mu xc, where xc is the anharmonicity constant. ഇപ്പോൾ നമ്മുടെ പോർഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാനൊരു വർക്ക് തരാം. അപ്പം ഞാൻ ആ പോർഷൻസ് ഒന്ന് കാണിക്കാം. സിലബസ് കാണാനില്ലേ നിങ്ങൾക്ക്? കാണുന്നുണ്ട് മിസ്. അതിൽ നമ്മളിപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ ആണ് എടുത്തത്. പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ് എടുത്തു നമ്മൾ, അതിന്റെ പ്രോബ്ലംസ് ചെയ്തു. പിന്നെ ഇതിൽ ഞാൻ എടുക്കാത്തൊരു പോർഷൻ ഉണ്ട്, പാർട്ടിക്കിൾ ഇൻ റെക്ടാങ്കുലർ വെൽ. അത് നിങ്ങളൊരു അസൈൻമെന്റ് ആയിട്ട് എഴുതണം. പിന്നെ ബുധനാഴ്ച അല്ലേ, അടുത്ത ഫ്രൈഡേ ആവുമ്പോൾ എഴുതിയാൽ മതി. ഈ പോർഷൻ എക്സാമിന് പഠിക്കേണ്ട. ബാക്കി പോർഷൻസ്, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത ട്യൂസ്ഡേ എക്സാം ഉണ്ട് ഈ ചാപ്റ്റർ, അതിൽ ഇത് പഠിക്കേണ്ട. പാർട്ടിക്കിൾ ഇൻ റെക്ടാങ്കുലർ വെൽ
അതിൽ ഇതുപോലെ ഡെറിവേഷൻ ഒന്നും വേണ്ട കേട്ടോ. ഐഗൺ ഫംഗ്ഷൻ, ഐഗൺ വാല്യൂ കണ്ടുപിടിക്കുക, അങ്ങനത്തെ ഡെറിവേഷൻ ഒന്നും വേണ്ട. എന്താണ് ആ കൺസെപ്റ്റ്? പാർട്ടിക്കിൾ ഇൻ റെക്ടാങ്കുലർ വെൽ എന്ന് പറഞ്ഞാൽ എന്താണ് ആ കൺസെപ്റ്റ്? യൂട്യൂബ് വീഡിയോസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അതേപോലെ PPTസിലൊക്കെ ഇത് കാണാനായിട്ട് പറ്റും. അപ്പൊ ഒരു 2 വേ, ഒരു ഷോർട്ട് എസ്സേ എഴുതുന്ന പോലെ, ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എഴുതുന്ന പോലെ ഈ പാർട്ടിക്കിൾ ഇൻ റെക്ടാങ്കുലർ വെല്ല് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതിയിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ അടുത്ത ഫ്രൈഡേ ആകുമ്പോഴേക്കും പോസ്റ്റ് ചെയ്യണം കേട്ടോ. പാർട്ടിക്കിൾ ഇൻ എ റെക്ടാങ്കുലർ വെൽ, അതായത് ഡെറിവേഷൻ ഒന്നും വേണ്ട, ഐഗൺ ഫംഗ്ഷൻ, ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാൻ അങ്ങനെ ഒന്നും വേണ്ട. എന്താണ് പാർട്ടിക്കിൾ ഇൻ റെക്ടാങ്കുലർ വെൽ എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എഴുതുന്ന പോലെ കണ്ടുപിടിച്ച് എഴുതാം. പിന്നെ ടണലിംഗ് നമ്മൾ പറഞ്ഞു, പിന്നെ ഡീജനറസി എന്താന്ന് പറഞ്ഞു, 3 ഡയമെൻഷണൽ ബോക്സ്, ഹാർമോണിക് ഓസിലേറ്ററിന്റെ ട്രീറ്റ്മെന്റ്, അതേപോലെ ഹാർമോണിക് ഓസിലേറ്റർ മോഡൽ ആൻഡ് മോളിക്കുലർ വൈബ്രേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ഇനി ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്ന് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടാം. മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ എല്ലാവരും വർക്കൗട്ട് ചെയ്യണം. അതിൽ ഞാൻ ചില ക്വസ്റ്റ്യൻസ് റെഡ് പെന്നോണ്ട് മാർക്ക് ചെയ്യാം, അത് മാത്രം വർക്കൗട്ട് ചെയ്താൽ മതി. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെയാണ് ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഞാനിപ്പോൾ സാധാരണ ഞാൻ ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യാറ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ്, പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും അവർ ഇവിടെ ലോസ് ആവും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൊഡ്യൂളിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുന്ന ഒരു വർക്ക്ഷീറ്റ് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യാം. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പോസ്റ്റ് ചെയ്യാം. അതിൽ റെഡ് കളർ കൊണ്ട് ഞാൻ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ബാക്കിയെല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നിങ്ങൾക്ക് നോക്കി പഠിക്കേ വേണ്ടോ. അത് നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ നാളെ എൻ്റെ അവറിന്റെ സമയത്ത് അതിരുന്ന് ചെയ്യണം. നാളെ എൻ്റെ അവർ എപ്പോഴാണ് നിങ്ങൾക്ക് അറിയാമോ? എത്ര അവർ ഉണ്ടെന്ന്? 1 അവറേ ഉള്ളൂ. 1 അവർ ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ നിങ്ങൾ ഒന്നല്ലേ ഉള്ളൂ? അപ്പൊ ആ നാളെയുള്ള ആ 1 അവർ ഇരുന്നിട്ട് ഞാൻ ഈ ടിക്ക് ചെയ്ത പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ തന്നെ അത് ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരേപോലത്തെ ആൻസർ കിട്ടിയിട്ടുണ്ടോ ഇല്ലേ? എന്നിട്ട് നിങ്ങൾ ഒരാൾ മാത്രം എനിക്കത് നാളെ വൈകിട്ടാവുമ്പോഴേക്കും അയച്ചാൽ മതി. അപ്പൊ നാളെ നിങ്ങൾ ക്ലാസ്സിൽ കയറേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് അവർ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ തന്നെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്ത് ആരെങ്കിലും ഒരാള്, ഇപ്പോ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തോളൂ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് നാളെ വൈകിട്ട് തിരിച്ച് എനിക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ വേണമെന്നില്ല, പേഴ്സണലായിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്താലും മതി കേട്ടോ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, നമ്മുടെ മാത്രമായിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്താൽ മതി. മനസ്സിലായോ പറഞ്ഞത്? ഇന്ന് ഇപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. അത് ഈ മൊഡ്യൂളിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അത് ഫുള്ള് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണ്ട. ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്ത പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യണം? നാളെ ഫസ്റ്റ് അവർ ഇരുന്നിട്ട് വർക്കൗട്ട് ചെയ്യണം. നാളെ ക്ലാസ്സിൽ കയറേണ്ട ആ സമയത്ത് നിന്ന് വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? ഈ അപ്പൊ അതിൽ നന്നായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? വാട്സപ്പിൽ എനിക്ക് അയച്ചാൽ മതി കേട്ടോ. ഞാൻ എന്തായാലും പുതിയ വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തോടുകൂടി നമ്മൾ ചെയ്തതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് മൊഡ്യൂൾ 2. അപ്പൊ എല്ലാത്തിൻ്റെയും ആ ക്ലാസ് ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാം. അപ്പൊ ലേറ്റ് ആയി ജോയിൻ ചെയ്തവർക്കൊക്കെ അത് നോക്കിയിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ അത് നമുക്ക് ചെയ്യാം. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പൊ നമ്മുടെ മൊഡ്യൂൾ 2 അവസാനിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈഡേ തൊട്ട് 3rd മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ട്യൂസ്ഡേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇപ്പൊ മനസ്സിലായില്ലേ ഈ മൊഡ്യൂൾ എടുത്തത്? മനസ്സിലായി മിസ്.